നമ്മുടെ പഞ്ചാഗ്നിയിൽ പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അമ്മാവൻ, നമ്മുടെ അമൃതയുടെ അമ്മാവൻ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അംബികയോടും സുമേഷിനോടും പറയുന്നുണ്ട്, എനിക്ക് ആദ്യം പോകേണ്ടത് പഞ്ചരത്നത്തിലേക്കാണെന്ന്. ശേഷം അവിടെ ചെന്ന് നമ്മുടെ അമൃതയെ കണ്ട് അമൃതയെ ആശ്വസിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളും, അമൃതയാണെങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ അമ്മാവനെ കെട്ടിപ്പിടിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സുമേഷ് അംബികയോട് പറയുന്നുണ്ട്, ആ കലാവധി അങ്ങനെ കൊണ്ട് വിശ്വസിക്കട്ടോ അമ്മേ, അവർ കൂടിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമേഷ് നമ്മുടെ അമ്മയെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അഭിമന്യു പഞ്ചരത്നത്തിലേക്ക് എത്തുന്നു, നമ്മുടെ അമൃതയുമായിട്ടും സഹോദരിമാരായിട്ടൊക്കെ സംസാരിക്കുന്നു. അഭിമന്യു പറയുന്നുണ്ട്, കുറച്ചായാലും ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധ്യ എടുത്ത് വായിക്കാൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കാണാനാണോ ചേച്ചിയെ കാണാനാണോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നിന്നും നമ്മുടെ അഭിമന്യു പഞ്ചരത്നത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മുടെ ദിവ്യപ്രഭ നമ്മുടെ അഭിമന്യുവിന് മുന്നിൽ ഇങ്ങനെ വരുന്നതും, നമ്മുടെ ദിവ്യപ്രഭ ഇങ്ങനെ കട്ടക്കലിപ്പോടെ നമ്മുടെ അഭിമന്യുവിനെയും അമൃതയെയും നോക്കുന്നൊരു രംഗത്തിലായിട്ട് നമ്മുടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നമ്മുടെ ദിവ്യപ്രഭയുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇവരെ പച്ചയ്ക്ക് കത്തിക്കാൻ തന്നെയായിരിക്കും. നമ്മുടെ ദിവ്യപ്രഭയ്ക്ക് അത്രയ്ക്ക് കലിയുണ്ട്. ഇനി ഇവർക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കാനോ നമ്മുടെ പഞ്ചരത്നം ഹോട്ടലിൽ തന്നെ പൂട്ടിക്കാനും ഇനി നമ്മുടെ ദിവ്യപ്രഭ മടിക്കില്ല. ഇവരുടെ ഒരു സർവനാശം കണ്ടിട്ടേ ഇനി നമ്മുടെ ദിവ്യപ്രഭ അടങ്ങുകയുള്ളൂ. അതെന്തായിരിക്കും, ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ വരാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.